രക്ഷാപ്രവർത്തനത്തിലെ ഏകോപനത്തിലുണ്ടായ ഒരു പാളിച്ച അത് 3 മനുഷ്യജീവൻ എന്ന വിലയിലേക്ക് വളരെ വലിയ വിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 5:30 ഈ രക്ഷാപ്രവർത്തനത്തിനായി ഈ വസന്ത് വിഹാറിൽ അപകടം നടന്ന പ്രദേശത്തേക്ക് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുന്നതും പിന്നാലെ NDRF സംഘങ്ങൾ എത്തുന്നതും പിന്നീട് എങ്ങനെ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകണം, അതെങ്ങനെ ഏകോപിപ്പിക്കണം, എന്തൊക്കെ പദ്ധതികൾ തയ്യാറാക്കണം എന്നുള്ള കാര്യത്തിലടക്കം വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് നേർചിത്രം പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത്. കനത്ത മഴയിൽ കനത്ത കാറ്റുണ്ടായി. ഈ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മതിലിടിഞ്ഞാണ് 3 തൊഴിലാളികൾ അവർ താമസിച്ചിരിക്കുന്ന ആ സെറ്റിൽമെൻറ്റുകളടക്കം ഈ വെള്ളത്തിന് അകത്തേക്ക് പതിച്ചത്. അവർ ചെളിയിൽ പൂണ്ടുപോയി. അതിന് മുകളിലായിട്ട് തന്നെ കല്ലിൻ്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ മെറ്റൽ പീസുകൾ, ഒപ്പം മരച്ചില്ലകളടക്കം അവരുടെ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കനത്ത മഴയിൽ ഒരാൾ പൊക്കത്തിൽ ഈ പ്രദേശത്തെ വെള്ളം കെട്ടി നിന്നിരുന്നു. കനത്ത മഴ തോർന്നു. അതിനുശേഷം ഒരാൾക്കടക്കം ഇറങ്ങി നിൽക്കാൻ പാകത്തിൽ ഇറുപ്പ് വരെയായി വെള്ളം മാറിയിരുന്നു. പരിസരത്തെ മറ്റ് വെള്ളങ്ങളെല്ലാം തന്നെ വറ്റിത്തീർന്നിരുന്നു. ആദ്യം മുതൽ തന്നെ NDRF സംഘങ്ങളെ നിലത്ത് ഈ വെള്ളത്തിലിറക്കി ഒരു രക്ഷാപ്രവർത്തനമടക്കം നടത്തിയിരുന്നെങ്കിലും അത് വിഫലമായി. പിന്നീടാണ് വലിയ രീതിയിൽ ഈ ഫയർഫോഴ്സിൻ്റെ പല മരങ്ങൾ മുറിക്കുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ ക്രെയിൻ അടക്കമുള്ള സാധനങ്ങൾ, സാമഗ്രികൾ ഇവിടേക്ക് എത്തിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പദ്ധതിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. അപ്പോഴും ആളുകൾ കുടുങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഇവർ മരിച്ചിരിക്കാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ എത്തിയതിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ ആ വേഗതയിലടക്കം ഒരു മന്ദഗതിയിലേക്കായിരുന്നു പോയത്. അത് മനഃപൂർവ്വം തന്നെ ഒരു വൈകിക്കലിലേക്ക്, ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അറിയുന്നതിലടക്കം ഒരു വൈകിക്കലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും മണിക്കൂറുകൾ എടുക്കും ഈ ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനായിട്ട്. ഡൽഹിയിലെ വസന്ത് വിഹാറിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.